ലെഗ് ചേർത്ത് വെക്കുക. ഷോൾഡർ പോയിന്റിൽ കൈ കുത്തിയിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തിട്ട് പോകണം. എക്സേൽ ചെയ്തുകൊണ്ട് സ്ലോലി റിലാക്സ്. ഓക്കെ, ഇൻഹേൽ അപ്പ്, എക്സേൽ റിലാക്സ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്തുക. എക്സേൽ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യുക. ജോസൂട്ടി ഇവർക്ക് പൈത്തേൽക്കാ എന്ത് പറയാ, ഞാൻ 100 വട്ടം പറഞ്ഞു. നമുക്ക് യോഗ ചെയ്യണമെങ്കിൽ യൂട്യൂബിലോ TV-ലോ നോക്കി അവനവൻ ചെയ്താൽ മതി. ഇതിപ്പോ പുറത്തുനിന്ന് ആളെ വിളിച്ചുകൊണ്ടുവന്ന് കാശും കൊടുത്തിട്ടാണ് ഈ കസർത്ത്. ഞാനിപ്പോ രാവിലെ ഒരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞിട്ടാ വന്നത്. ഇപ്പൊ അത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിയാക്കിയാണ് ഇവിടെ. കഷ്ടം. എന്ത് പറയാനാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യുക. ടോയിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ്. പരികുട്ടി இருக்குதில்ல, எதுக்கு அந்த ஆளு யோகா செய்யறது? ஒரு காரியம் இல்லையா? இந்த பீஃப் கிடைச்சா மட்டும் மடந்து சாப்பிடும். எந்த டைமும் பிரியாணி வெட்டு மீன் இது சாப்பிட்றதும் சும்மா கடையில போயிட்டு உட்கார்றது. പിന്നെ எப்படி உடம்பு இப்படி ஆகும்? அந்த ஆளெல்லாம் வேஸ்ட். சும்மா தான் அப்படி யோகா பண்றது. അപ്പൊ നിന്റെ അളിയനാ ഏത് നേരവും കള്ളും കുടിച്ച് ഇവിടെ കവന്നടിച്ച് കിടക്കും, പണിക്കും പോകൂല. എന്തിനാ യോഗ ചെയ്യണത്? ஆமா, அழியும் டெய்லி வேலைக்கு போனா போதும், உடம்பு நல்லாயிடும். இந்த பரியம்பாயி டெய்லி சைக்கிள் அங்கே இங்கே ஓடி கரெக்ட் வந்து இப்படி மிஷினில் வேலை செய்துட்டு இருந்தா உடம்பு நல்லா. இந்த யோகா எல்லாம் முன்னே மாதிரி இருக்கிறவங்களுக்கு தான் வேணும். சும்மா இப்படி சாப்பிட்டு படுத்து ஜனங்களை ஏமாத்திட்டு இருக்கிறவங்களுக்கு தான் யோகா. நீ யோகா பண்ணணும், இவருக்கு இது தேவையில்லை. ഊളത്തരം പറയാനാണ് നീ എന്നോട് ലോഹ്യം കൂടി വന്നത്. പോയടാ. ഉണ്മ சொன்னா அதெல்லாம் ஊளை. நீ என்ன எந்த காலத்திலும் உருப்படாது. ഇനി സാവധാനം മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം സാധാരണ ശ്വാസം എടുത്തുവിടുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇരുകാലുകളും മേൽപോട്ടുയർത്തുക. അത് അതേപോലെ അല്പനേരം നിർത്തുക. ശേഷം താഴെ വയ്ക്കുക. ഇനി ശ്വാസം എടുക്കുക. എടുത്ത ശ്വാസം വിട്ടുകൊണ്ട് തലയും കാലും ഒരുമിച്ചുയർത്തുക. ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഇനി കൈകൾ പുറകിലോട്ട് ചേർത്ത് വയ്ക്കുക. വിരലുകൾ തമ്മിൽ പിണച്ചു വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കുനിയുക. ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ മുകളിലേക്ക് ഉയർത്തുക. മേലോട്ട് ഉയർത്തിയതിന് ശേഷം ശ്വാസം നീട്ടി വലിക്കുക. ശ്വാസം നീട്ടി വലിച്ചതിന് ശേഷം ദീർഘനിശ്വാസം ഒരു കൈകൾ ഞാൻ അപ്പോഴേ പറഞ്ഞതൊന്നും കണ്ടൊന്നും ചെയ്യരുതെന്ന്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒന്ന് നിവർന്നു നോക്കിയേ, പതിക്കൊന്ന് നിവർന്നു നോക്കിയേ. ഇപ്പൊ ആരെയൊന്ന് വിളിക്കുന്നെങ്കിൽ ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇപ്പൊ ഞാനിപ്പോ ആരെ വിളിക്കാനാ? പാസ്വേഡ് വിളിക്കട്ടെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് നിൽക്കും. പാസ്വേഡാ, പാസ്വേഡ് ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ?
ഇവിടെ ഇച്ചേൻ ആസനത്തിൽ കുടുങ്ങി നിൽക്കുവാ. ആ എനിക്കറിയാൻ വയ്യ. യൂട്യൂബ് എടുത്ത് വെച്ച് രാവിലെ എങ്ങാണ്ട് ചെയ്തതാ, യോഗയോ മറ്റോ. ഒന്ന് വേഗം ഇതിൽ വരാമോ? ആ ശരി ശരി ശരി. ഒന്ന് തന്നെ അതെ, നമ്മുടെ ജോസൂട്ടി ആസനത്തെ കുടുങ്ങി തറേ. ആരുടെ അല്ല, മറ്റേ ഈ യോഗാസനം. എന്ത് അപ്പൊ ഒന്നിനും ഇല്ലാന്ന് പറഞ്ഞാലേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. മറ്റേ ഈ മറ്റേ എന്താണ് മൊബൈലില് യൂട്യൂബിലൊക്കെ നോക്കിട്ട് അതേപോലെ ചെയ്തതാണത്. ഹംക്കിനെ നമ്മള് വിളിച്ചല്ലേ? ജെസ്സി വിളിച്ചു പറഞ്ഞപ്പോ എന്തിനിപ്പോ ഈ സമയത്ത് പിന്നെ അതൊക്കെ എന്തൊരു ഏടങ്ങറാ നോക്കിട്ട് ഇപ്പൊ ഏതിലോ കുടുങ്ങിയിട്ട് ഇങ്ങനെ കുരുങ്ങി നിൽക്കണ. അവിടെ കിടക്കട്ടെ, എന്തിനാ നമ്മള് പോണേ? അവിടെ കിടക്കട്ടെ. അല്ല ജെസ്സി വിളിച്ചു പറഞ്ഞല്ല പറഞ്ഞു. മനസ്സല്ലേ? എന്തൊരു കഷ്ടം നോക്കിയ. പോയിട്ട് വരാന്നല്ലേ? പറഞ്ഞോട്ടോ. ആ എന്തിനാവട്ടെ.